ഡാഡി എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി എന്റെ മനസ്സിൽ ഇപ്പോ ഒരു പ്രശ്നമില്ല. പിന്നെന്താ വീട്ടിലേക്ക് നീ കൃത്യസമയത്ത് വരാത്തത്? ആരോടും ശരിക്കും സംസാരിക്കുന്നില്ല, ഒന്നിലും ഒരു താല്പര്യം കാണിക്കുന്നില്ല. മുൻപ് നീ ഇങ്ങനെ ആയിരുന്നില്ല മോനെ. നിന്നോടത് ഞാൻ നേരത്തെ തന്നെ സംസാരിക്കണമെന്ന് കരുതിയതാണ്. നിനക്കെന്തെങ്കിലും മനസ്സിന് വിഷമായെങ്കിലോ എന്ന് വിചാരിച്ചാ ഞാനത് മാറ്റിവെച്ചത്. ഇനിയെങ്കിലും ഞാനിത് സംസാരിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. തുടങ്ങി ഇങ്ങേരുടെ ഉപദേശം. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഇവിടെ വെച്ചങ്ങ് കൊല്ലാൻ തോന്നുക. ത്രിവിക്രം, ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ചേഞ്ച് യുവർസെൽഫ്. നീ മാറണം. കൃത്യസമയത്ത് വീട്ടിലേക്ക് വരണം, നല്ല ചിന്തകൾ ഉണ്ടാവണം, വീട്ടുകാരോട് നന്നായി പെരുമാറണം. എല്ലാം ശരിയാവും മോനെ. ശരി ഡാഡ്, ഞാൻ ചേഞ്ച് ആയിക്കോളാം. ഇത് ഞാൻ തന്നെയാണോന്ന് നിങ്ങൾ സംശയിക്കും. അങ്ങനെ ചേഞ്ച് ആവും. ദാറ്റ്സ് മൈ ബോയ്. എന്തായാലും നീ മാറാൻ തീരുമാനിച്ചല്ലോ, സന്തോഷമുണ്ട്. നിങ്ങളുടെ വാക്കാര് കേൾക്കാൻ ഞാൻ എന്നും എന്റെ മുത്തശ്ശിയെ അനുസരിക്കൂ. മുത്തശ്ശി മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ശിവാനി, എന്റെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എല്ലാം വാഷ് ചെയ്യാനിട്ടിരിക്കാന്ന് നീ കള്ളം പറഞ്ഞാണല്ലേ? ദിസ് ഈസ് ടു മച്ച്. ഭർത്താവായി ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ തൃശൂൽ. പക്ഷെ ഇതൊക്കെ കുറച്ച് കൂടുതലാ. പ്രേമം തന്നെ കൂടുതലല്ലേ? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. നോക്ക് ശിവാനി, ഞാൻ പറയുന്നേക്ക്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ റിപ്പീറ്റ് ചെയ്താലുണ്ടല്ലോ, ഞാൻ പിന്നെ മനുഷ്യനായിരിക്കില്ല, മൃഗമായിരിക്കും. അയ്യോ, കറണ്ട് പോയല്ലോ. നീ ഇവിടുന്ന് പോകുന്നത് വെളിച്ചത്തിന് പോലും ഇഷ്ടല്ലെന്നാ തോന്നുന്നേ. അതുകൊണ്ടാ പോയത്. ആദ്യം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിർത്ത്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തോ നല്ല പേടി തോന്നുന്നു. വെളിച്ചത്തിനോട് ഒന്നും ഇല്ലേ? ശരി, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കേ. ആ ക്യാൻഡിൽ തന്നെ ആദ്യം ഇവിടെ നിന്ന് പുറത്തു പോണം. പോകാനാണെങ്കിൽ ഞാൻ തരില്ല. അങ്ങനെ തന്നെ പോയിക്കോ. ഞാൻ ഇരുട്ടിനെ പേടിക്കുന്നുണ്ടെന്ന് കരുതി കളിപ്പിക്കാണല്ലേ? ഞാൻ ആരെയും പേടിക്കില്ല. ഓഹോ, ആരെയും പേടിക്കില്ലേ? ഇല്ല. എന്നെ പിടിച്ചോ. ശിവാനി, ശക്തമായിട്ടുള്ള ഇടിയും മിന്നലൊക്കെ വരുന്നുണ്ട്. ഈ സമയത്തെങ്കിലും നിന്റെ കുട്ടികളെ ഒന്ന് മാറ്റിവെക്ക്. എനിക്ക് പോണം. തൃശൂൽ, വിടന്നെ. ഇനി ഒരിക്കലും നിന്റെ അടുത്തേക്ക് പോലും വരില്ല ഞാൻ. തൃശൂൽ, തൃശൂൽ, നിക്ക്. തൃശൂൽ, തൃശൂൽ നിക്ക്. തൃശൂൽ, അവിടെ നിക്ക്. നിക്ക് തൃശൂൽ. നല്ല സന്തോഷത്തിലാണല്ലേ ശിവാനി? നിന്റെ മുഖത്തിന് ഈ ചിരി നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ഈ സന്തോഷം ഞാൻ ഒരുപാട് മുന്നേ ആഗ്രഹിച്ചതാ. അന്നൊക്കെ അവന്റെ സ്ഥാനത്ത് ഞാനാ ഉണ്ടായിരുന്നേ. മുഖംമൂടിക്ക് പിന്നിലുള്ള സത്യങ്ങള് കാണാൻ വളരെ ഭീകരമായിരിക്കും. ഞാനതൊരിക്കലും കാണാൻ ശ്രമിക്കരുതായിരുന്നു. തൃശ്ശൂരിനോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് എത്ര സമയമായി, ഇതുവരെയും വന്നില്ലല്ലോ. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അതെന്റെ കാര്യത്തിലാണെങ്കിൽ നേരെ തിരിച്ച. ശിവാനി, ശിവാനി, ശിവാനി എന്നോട് ഇവിടേക്ക് വരാനല്ലേ പറഞ്ഞേ? എന്നിട്ട് ഇവിടെ കാണുന്നില്ല.
അവള് പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നുള്ള അഹങ്കാരമാണ് അവൾക്ക്. എന്റെ കയ്യിൽ വിട്ടോട്ടെ, ശരിയാക്കാം. ശിവാനി, നീ ഇത് എന്തീ കാണിക്കുന്നേ? എന്താ എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞേ? നീയായിട്ട് ഭാര്യയെ ഒരു സ്ഥലത്തും കൊണ്ടുപോകുന്നില്ല, അതുകൊണ്ടാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് നിനക്കോ പറഞ്ഞ സമയത്ത് ഇവിടെ എത്താൻ പോലും പറ്റിയില്ല അല്ലേ? അത് പിന്നെ ഓ, വാക്കുകൾ കിട്ടുന്നില്ല അല്ലേ? വേണ്ട, വിട്ടേക്ക്. സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. പിന്നെ എന്തിനാ വരാൻ പറഞ്ഞേ? സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. ശിവാനി, നീ എന്തിനാ ഇപ്പൊ അടുത്തേക്ക് വരുന്നേ? എന്താ നീ ചെയ്യുന്നേ? ശിവാനി, എന്താ അത്? ശിവാനി, എന്തിനാ എന്റെ കണ്ണ് കിട്ടുന്നേ? നീ എന്ത് ചെയ്യാൻ പോവന്നെ? ശിവാനി, ഇതെന്തിനാ എന്റെ കണ്ണി കെട്ടിയത്? ഇനി നീ എന്നെ കണ്ടുപിടിക്കണം. എന്തിനാ ശിവാനി നീ എന്നെ ഇങ്ങനെ കളിപ്പിക്കുന്നേ? തൃശൂൽ, ഇതെന്റെ ആഗ്രഹം. ഭർത്താവായ നീയല്ലേ അത് സാധിച്ചു തരേണ്ടത്. അല്ല ശിവാനി, അത് വാക്ക് തന്നതല്ലേ തൃശൂൽ, അത് പാലിച്ചേ പറ്റൂ. ശരി, ആയിക്കോട്ടെ. തിരിഞ്ഞേ. എന്തായി കാണിക്കുന്നേ? ശിവാനി, 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 ശിവാനി. ഡാഡ്, ഞാൻ ലാസ്റ്റ് ടൈം നിങ്ങളെ അറ്റാക്ക് ചെയ്തപ്പോ തന്നെ നിങ്ങൾ ചാവണമായിരുന്നു. പക്ഷെ അന്ന് ആ തൃശൂല് വന്നാ നിങ്ങളെ രക്ഷിച്ചേ. അന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള ശക്തികളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ എനിക്ക് എല്ലാ തരത്തിലുള്ള ശക്തികളും ഉണ്ട്. ഇനി ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. രക്ഷിക്കാൻ വരുന്നവരും മരണത്തിന് കീഴടങ്ങും. ഡാഡ്, റെസ്റ്റ് ഇൻ പീസ്. ഇതെവിടുന്ന ഇപ്പൊ വന്നത്? ആരെങ്കിലും എറിഞ്ഞതായിരിക്കോ? ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏതായാലും നല്ലതല്ല. ഇവിടുന്ന് പോയേക്കാം. മിസ്സായി പോയല്ലോ അത്. യാതൊരു കാരണവശാലും നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആരാ അത്? എന്തിനാ ഒളിച്ചു നിൽക്കുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വാ. ആരടാ നീ? എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്? എന്നോട് എന്താണ് നിനക്ക് ഇത്ര വൈരാഗ്യം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്തിനാടാ നീ ചിരിക്കുന്നേ? പറയടാ, ആരാണ് നിന്നെ അയച്ചത്? നോക്ക്, ഞാൻ ആരാണെന്നുള്ള കാര്യം നിനക്കറിയില്ല. എന്നെ വെറുതെ നീ ശത്രുവാക്കരുത്. നിന്റെ മുഖം എന്നെ കാണിക്ക്. ആരാണ് നീ? മുഖം മൂടിക്ക് പിന്നിലുള്ള സത്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് വളരെ ഭീകരമായിരിക്കും. അതിനുള്ള ശ്രമങ്ങൾ നടത്താതിരിക്കുന്നതാണ് നല്ലത്. എന്റെ ദേഹത്ത് നീ കൈവച്ചു അല്ലേ?
ഏയ് നിക്ക്, ആരാ നീ? അങ്കിളിനെ നീ എന്ത് ചെയ്യാൻ ശ്രമിച്ചതാ? അങ്കിൾ 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 എന്താ പറ്റിയത്? ആരാ അവൻ? അവനെന്തിനാ അങ്കിളിനെ ഉപദ്രവിക്കാൻ നോക്കിയത്? അവൻ ആരാണെന്ന് എനിക്കറിയില്ല മോളെ. പെട്ടെന്ന് വന്ന് എന്നെ അറ്റാക്ക് ചെയ്യായിരുന്നു. കത്തിയെടുത്ത് എന്നെ കുത്താൻ ശ്രമിച്ചു അവൻ. ഞാൻ അവനെ എതിർത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നീ പെട്ടെന്ന് വന്നത്. അയ്യോ, എന്താ ഇങ്ങനൊക്കെ സംഭവിക്കുന്നേ? അങ്കിളിനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? കൃത്യമായ സമയത്താ നീ ഇങ്ങോട്ട് വന്നത്. അല്ലായിരുന്നെങ്കിൽ എനിക്കെന്താകുമെന്നറിയില്ലായിരുന്നു. അയ്യോ അങ്കിൾ, ദേവിയത് അങ്ങനെയൊന്നും പറയില്ലേ. വാ, നമുക്കാദ്യം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പിന്നെ വീട്ടിലേക്ക് പോ. ശ്രദ്ധിച്ച്. ശിവാനി വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാനാ അറ്റാക്ക് ചെയ്തെന്ന് അയാൾക്ക് മനസ്സിലാവാതിരുന്നാ മതിയായിരുന്നു. അച്ഛ പതുക്കെ, അച്ഛ ശ്രദ്ധിച്ചു. ദിഗ്വിജയ, പതുക്കെ പതുക്കെ. ഇരിക്കെ. ശിവാനി, അച്ഛൻ എന്താ സംഭവിച്ചേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. വീണേ, അച്ഛനെ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ടോ. അപ്പോ എന്താ ഇതൊക്കെ? എന്താ സംഭവിച്ചത്? ദിഗ്വിജയ, ആരാണ് നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അളിയ, നിങ്ങൾ ഇതിനെ ഒറ്റയ്ക്ക് പോയത്? നന്ദീഷിനെയും കൂടെ കൂട്ടായിരുന്നില്ലേ? അതെ മുതലാളി, എന്നെയും കൂടി കൂടെ കൂട്ടാമായിരുന്നു. ഒറ്റയ്ക്ക് പോകുന്ന ശീലമില്ലല്ലോ, പിന്നെന്താ ഇന്നിങ്ങനെ? അങ്കിള് ആനക്കാട്ടിലെ എസ്റ്റേറ്റിലേക്ക് പോവായിരുന്നു അത്രേ. വഴിയിൽ വെച്ചാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മുടെയൊക്കെ ഭാഗ്യം, ശരിയായ സമയത്താ ഞാൻ അവിടെ എത്തിയത്. അച്ഛ, ആരാ ചവൻ? അവിടെ എന്തുണ്ടായെന്ന് പറ. എന്തെങ്കിലും ഒന്ന് പറയൂ ദിഗ്വിജയ്. നിന്റെ ഈ മൗനം കാണുമ്പോ ഞങ്ങൾക്കൊക്കെ പേടിയാവുന്നു. എനിക്ക് ത്രിവിക്രമനെ ഒന്ന് കാണണം. അവൻ എവിടെയുള്ളത്? അവൻ വീട്ടിലില്ല. അതെനിക്കറിയാം. വിളിക്കവനെ ഇങ്ങോട്ട്. ഇപ്പൊ വിളിക്കാം. വീണേ, വീണയാണല്ലോ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പോ നടന്ന കാര്യങ്ങൾ വീട്ടിൽ എന്തായാലും അറിഞ്ഞു കാണും. നോ, ഞാൻ ഈ കോൾ എടുക്കാൻ പോകുന്നില്ല. ആ ദിഗ്വിജയൻ ചോദിക്കുന്ന ക്രോസ് ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ പറയാൻ നിന്നു കഴിഞ്ഞാ അതോടെ കള്ളിയെല്ലാം വെളിച്ചത്താവും. നോ, ഞാൻ ഈ കോൾ എടുക്കില്ല. ബ്രോ ഫോൺ എടുക്കുന്നില്ല. അതൊന്നും എനിക്കറിയണ്ട. ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്തവനെ വിളിക്കാൻ. അതിന് മാത്രം ഇത്ര അർജൻസി എന്താ? അവനിങ്ങ് വന്നോളൂ. നന്ദീശ, എനിക്കവനെ കാണണമെന്ന് പറഞ്ഞില്ലേ? ശരി മുതലാളി, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. അച്ഛൻ എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നത്? ഇനി അറ്റൻഡ് ചെയ്യാതിരുന്നാൽ ശരിയാവില്ല. ഹലോ, നീ ഇപ്പൊ എവിടെയുള്ളത്? മുതലാളിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അയ്യോ, ഡാഡിക്ക് എന്താ പറ്റിയേ? ഇപ്പൊ എവിടെയുള്ളേ? എന്താ സംഭവിച്ചേ? ഡാഡിക്ക് ഏയ്, കാട്ടിൽ വെച്ച് ആരോ അറ്റാക്ക് ചെയ്തതാ. ഒന്നും സംഭവിച്ചില്ല. ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ട്. അച്ഛാ, ആരാ ഡാഡി അറ്റാക്ക് ചെയ്തേ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ലട മോനെ. വന്നപ്പോ തൊട്ട് നിന്നെ കാണണമെന്നാ പറയുന്നേ. എന്താ, എന്നെ കാണണമെന്നോ? അതേടാ, നീ ഇപ്പൊ എവിടെയുള്ളത്? പെട്ടെന്ന് വരാൻ നോക്ക്. ഹലോ ഹലോ ഹലോ, നീ കേൾക്കുന്നില്ലേ? എടാ, കേൾക്കുന്നില്ലെന്ന്. ആ അച്ഛാ, ഞാൻ വരിക. ഡാഡി എന്നെ ഇപ്പൊ കാണണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അറ്റാക്ക് ചെയ്തെന്ന് മനസ്സിലായിട്ടായിരിക്കോ? എല്ലാം നശിച്ചല്ലോ.
എല്ലാം നിങ്ങൾ കാരണം ഉണ്ടായതാ. എന്റെ ലൈഫ് നന്നാക്കിയെടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ? ഇല്ല, എല്ലാം നശിച്ചു മുത്തശ്ശി. എന്തു പറ്റി കൊച്ചുമകനെ? മുത്തശ്ശിയല്ലേ എന്നോട് പറഞ്ഞ ഡാഡിയെ കൊല്ലാൻ വേണ്ടിട്ട്. ഞാൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചതാ, പക്ഷെ അയാൾ രക്ഷപ്പെട്ടു പോയി. രക്ഷപ്പെട്ടെന്നോ? നിന്റെ ശക്തികൾ നീ പ്രയോഗിച്ചില്ലേ? എല്ലാം ട്രൈ ചെയ്ത് നോക്കിയതാ, പക്ഷെ അതൊന്നും യൂസ് ആയില്ല. കറക്റ്റ് ആ സമയത്ത് ശിവാനി വന്ന് അയാളെ രക്ഷിക്കായിരുന്നു. ശിവാനി വന്നെന്നോ?